ഉണ്ടായില്ല. ഒരു കാര്യം ഉറപ്പ്, ഒരുപക്ഷെ ഈ 10,000-ൽ പരം ഭൂരിപക്ഷം 10,526 എന്ന ഭൂരിപക്ഷമോ 11,000 ഭൂരിപക്ഷമോ അതിലേക്ക് തന്നെ UDF-ന് ഉറപ്പിക്കാൻ കഴിയും. പോസ്റ്റൽ വോട്ടുകളുടെ അവസാന കണക്കെടുപ്പ് കൂടെ കിട്ടുകഴിയുമ്പോൾ ചില മാറ്റങ്ങളൊക്കെ വന്നേക്കാം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, അമരമ്പലത്ത് ഒപ്പത്തിനൊപ്പം എത്താൻ, ഇടതുകോട്ടയിൽ ഒപ്പത്തിനൊപ്പം എത്താൻ കഴിഞ്ഞു ആര്യാടൻ ഷൗക്കത്തിന് എന്ന പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരൂ, അവസാന റൗണ്ടാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത്. 19ാം റൗണ്ട് വേഗത്തിൽ പൂർത്തിയാവും. 11 ബൂത്തുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഈ ബൂത്തുകളുടെ കൗണ്ടിംഗ് ആണ് ഇപ്പോൾ നടക്കുന്നത്. ഇതോടുകൂടി ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് കരുതാം. മറ്റൊന്നുകൂടി ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന ഒരു ഘടകം കൂടി ഉള്ളത്, കാരണം പിണറായിസത്തിനെതിരായ പോരാട്ടമെന്ന് ആദ്യം അൻവറും പിന്നീട് UDF-ഉം പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ്. അതായത് മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രവുമായി മുന്നോട്ട് പോയ ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. ആ ഉപതെരഞ്ഞെടുപ്പിലാണ് ഇടതുമുന്നണിക്ക് വലിയ പരാജയമുണ്ടാവുന്നത്. സ്വാഭാവികമായും മുഖ്യമന്ത്രി ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമോ എന്ന ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കും. ഇതിനകം തന്നെ ഉന്നയിച്ചു കഴിഞ്ഞു പ്രതിപക്ഷത്തെ പല നേതാക്കളും. അങ്ങനെയെങ്കിൽ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന ചോദ്യമുണ്ട്. സർക്കാരിൻ്റെ പ്രകടനം എന്ന വിലയിരുത്തലിൽ മുഖ്യമന്ത്രിയുടെ പരാജയമായി അദ്ദേഹം ഏറ്റെടുക്കുമെന്ന മറുചോദ്യമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള നീക്കങ്ങൾ ഉണ്ടാവും. ഇനി അറിയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തെ ഇടതുമുന്നണി എങ്ങനെ പ്രതിരോധിക്കുമെന്ന ചോദ്യമാണ്. പല ന്യായങ്ങളും കണ്ടെത്താനുണ്ടാവും. മഴവിൽ മുന്നണി പോലെയുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യകാല പ്രസ്താവനകളൊക്കെ ആവർത്തിക്കപ്പെട്ടേക്കാം. പക്ഷേ ഇടതുമുന്നണി എന്ത് പ്രതിരോധം ഉയർത്തിക്കൊണ്ട് ഈ പരാജയത്തെ നേരിടും? വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ എല്ലാ അർത്ഥത്തിലുള്ള സെമി ഫൈനൽ എന്ന് വിലയിരുത്തിയ നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനുണ്ടായ പരാജയം എന്ത് കാരണം പറഞ്ഞ് നികത്താനാകുമെന്ന ചോദ്യം കൂടിയുണ്ട്. ഒരുപക്ഷെ രാഷ്ട്രീയ വോട്ടുകളിൽ ചോർച്ചയില്ലെന്ന ന്യായമൊക്കെ കണ്ടെത്തിയേക്കാം. പക്ഷേ അതിനുമപ്പുറം സർക്കാരിൻ്റെ വിലയിരുത്തലല്ലേ, അങ്ങനെയെങ്കിൽ സർക്കാർ പരാജയമല്ലേ എന്ന ചോദ്യമുണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വനം വന്യജീവി സംഘർഷം പോലെയുള്ള പ്രധാനപ്പെട്ട വിഷയം ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. അത് പൊതുവിൽ സർക്കാരിൻ്റെ ഇമേജ് തകർത്തു എന്ന വിലയിരുത്തൽ മുന്നണിക്ക് അകത്ത് തന്നെയുണ്ട്. അവിടെ ഉയരുന്ന ചോദ്യം, ഇത് കൈകാര്യം ചെയ്ത മന്ത്രിയുടെ പരാജയമടക്കമുള്ള സർക്കാരിൻ്റെ പരാജയമുള്ള വിഷയങ്ങളും ഉയർന്നു വരും. അതുകൊണ്ട് ഒരു തിരുത്തൽ വേണ്ടി വരുന്ന തെരഞ്ഞെടുപ്പായി ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഉപതെരഞ്ഞെടുപ്പ് മാറുന്നു എന്നതാണ്. മന്ത്രിസഭയിൽ തിരുത്തൽ ഉണ്ടാകുമോ, അവശേഷിക്കുന്ന മാസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകടമായ മാറ്റങ്ങൾ ഉണ്ടാകുമോ എന്നതൊക്കെ പ്രധാനമാണ്. സജിത്ത്, അതോടൊപ്പം തന്നെ ഭരണ നേട്ടങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വികസനവുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച പല വാദങ്ങളും പൊളിഞ്ഞടുങ്ങുന്നു എന്നുള്ളത് ഒരു വശത്ത് നിൽക്കുന്നു. രാഷ്ട്രീയപരമായിട്ട് കൂടി 2026 തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജമാഅത്തെ ഇസ്ലാമി UDF-ന് കൊടുത്ത പിന്തുണയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിഷയങ്ങൾക്കകത്തുപോലും അത് എന്ത് നിലപാടെടുത്തോ പ്രതിപക്ഷ നേതാവ് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി വീണ്ടും ചർച്ച ചെയ്യപ്പെടുമ്പോൾ അതും UDF-ന് അനുകൂലമായിട്ട് വരുന്നു. അതും അടുത്ത തെരഞ്ഞെടുപ്പിലേക്കുള്ള ചില ഇക്വേഷൻസുകൾ ഉറപ്പിക്കുന്നു. അങ്ങനെ കൂടി കണക്കാക്കണ്ടേ? തീർച്ചയായും UDF-നെ സംബന്ധിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ പഴികേട്ട ഒരു ആരോപണമാണ്, ഏറെ പഴികേട്ട ബന്ധമാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പെന്ന രാഷ്ട്രീയ സാധ്യത മാത്രമല്ല അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. കാരണം വരാനിരിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ജമാഅത്തെ ഇസ്ലാമി സഹകരണം നേട്ടമുണ്ടാക്കാനാവുക. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ വലിയ വോട്ടുകളൊന്നുമുള്ള ഇടമല്ല നിലമ്പൂർ. അപ്പോൾ ഈ ബന്ധം പരസ്യമായി ആ സഹകരണം ഏറ്റുപറഞ്ഞ് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒന്നായി ഈ തെരഞ്ഞെടുപ്പ് മാറുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെൽഫെയർ പാർട്ടിയെ പോലെയുള്ള പുതിയൊരു കക്ഷിയുടെ സഹകരണം കൂടി UDF-ന് ഉറപ്പുവരുത്താൻ കഴിയുന്നു എന്നതാണ് സാഹചര്യം. മറ്റൊന്ന്, ഈ സർക്കാരിൻ്റെ കാലത്ത് നടന്ന പ്രധാന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം വിജയിക്കാനായി എന്നത് UDF-നെ സംബന്ധിച്ചൊരു നേട്ടം കൂടിയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മറ്റു ഉപതെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഒരു പ്രത്യേകത കൂടിയുണ്ട്. അത് ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് സീറ്റാണ്. മറ്റിടങ്ങളെല്ലാം UDF-ന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു എന്ന വാദം ഉന്നയിക്കാമെങ്കിൽ കൂടിയും ഇത് ഇടതുപക്ഷത്തിൻ്റെ സിറ്റിംഗ് സീറ്റ് തിരിച്ചുപിടിച്ചു എന്ന വാദം സ്വാഭാവികമായും UDF-ന് ഉന്നയിക്കാൻ കഴിയുന്നതുമാണ്. ആ തുറത്തിൽ കൂടി രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് സംസ്ഥാനത്തൊരു രാഷ്ട്രീയ മേൽക്കൈ ഞങ്ങൾക്കുണ്ട് എന്ന അവകാശവാദം ഉന്നയിക്കാൻ UDF-ന് കഴിയുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ വാക്കുകൾ ശ്രദ്ധേയമാണ്. അദ്ദേഹം UDF-ന്റെ ഒറ്റക്കെട്ടായ വിജയമെന്ന വാദം ഉന്നയിക്കുന്നു. നേരത്തെ തോൽവിയാണെങ്കിൽ തൻ്റെ ഉത്തരവാദിത്തമെന്നെങ്കിൽ 10,817 എന്ന വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഷൗക്കത്ത് വിജയിച്ചു എന്നതാണ് ഔദ്യോഗികമായി പുറത്തുവരുന്ന കണക്കുകൾ. 10,817 വോട്ടുകൾ എന്ന കണക്കാണ് വരുന്നത്. ചങ്ക് കൊടുത്ത് മുന്നണിയെ സ്നേഹിക്കുന്ന പ്രവർത്തകരും നേതാക്കളുമുള്ളപ്പോൾ UDF ജനഹൃദയം കവരും. ഇത് UDF ആണ്.